അതെ, ഇവിടെയാണ് ശരിക്കും കഥ മാറുന്നത്. ഒരു ദൈവീക കൽപ്പന കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും? മിക്കവാറും അനുസരിക്കും, അല്ലേ? എന്നാൽ അർജുനൻ ചെയ്തത് അതല്ല. അവൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇതൊരു ധിക്കാരത്തിന്റെ ചോദ്യമല്ല, മറിച്ച് അവന്റെ ഉള്ള് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ശബ്ദമാണ്. ഇതാണ് ആ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വിശകലനത്തിന്റെ ഹൃദയം തന്നെ ഇതാണ്. യുദ്ധഭൂമിയെ ഒരു നിമിഷത്തേക്ക് നിശ്ചലമാക്കിയ ഈ ചോദ്യമുണ്ടല്ലോ, ഇതിലെ ഓരോ വാക്കിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങി ചെല്ലാൻ പോവാണ്. അപ്പോൾ സാഹചര്യം ഒന്നുകൂടി ഓർത്തെടുക്കാം, അല്ലേ? കൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നു, പോരാടൂ. പക്ഷെ അർജുനന്റെ മറുപടി കേട്ടാൽ നമുക്ക് മനസ്സിലാവും, അവൻ ഒരടി മുന്നോട്ട് പോയിട്ടില്ല. അവന്റെ മനസ്സ് അത് അതേ ആശയക്കുഴപ്പത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇവിടെയാണ് വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു വശത്ത് കൃഷ്ണൻ ഉത്തിഷ്ഠ എന്ന് പറയുന്നു, അതായത് എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ എന്ന്. മറുവശത്ത് അർജുനൻ കഥം എങ്ങനെയെന്ന് ചോദിച്ച് തളർന്നിരിക്കുകയാണ്. ഈ ഒരു വിടവിലെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയ വിടവിൽ നിന്നാണ് സത്യത്തിൽ ഭഗവത്ഗീതയുടെ തത്വം തുടങ്ങുന്നത് തന്നെ. ശരി, അപ്പം നമുക്ക് ഈ ചോദ്യത്തെ ഒന്ന് കീറി മുറിച്ചു നോക്കിയാലോ? അർജുനന്റെ വേദനയുടെ മുഴുവൻ ആഴവും ഒളിപ്പിച്ചു വെച്ച 3 വാക്കുകളുണ്ട് ഇതിൽ. നമുക്ക് ഓരോന്നായിട്ട് അതൊന്ന് നോക്കാം. അതിലെ ആദ്യത്തെ വാക്ക് കഥം. മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ. ഇതൊരു മറുചോദ്യമോ ധിക്കാരമോ അല്ല കേട്ടോ. ഇത് ശരിക്കും മുന്നോട്ടൊരു വഴിയും കാണാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരാളുടെ ചോദ്യമാണ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്നല്ലവൻ പറയുന്നത്, മറിച്ച് ദൈവമേ ഇതെങ്ങനെ സാധിക്കും എന്നൊരു നിലവിളിയാണത്. അടുത്ത വാക്ക് ഇഷുഭിഹി, അതായത് അസ്ത്രങ്ങൾ കൊണ്ട്. ഇവിടെ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമല്ല നടക്കാൻ പോകുന്നത്, ചർച്ചയുമല്ല, മൂർച്ചയേറിയ ജീവനെടുക്കുന്ന അമ്പുകൾ കൊണ്ട്. താൻ ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തി എത്ര ഭീകരമാണെന്ന് അർജുനന് നന്നായിട്ടറിയാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിലേക്ക് നമ്മൾ വരുന്നത്. അവന്റെ പ്രതിസന്ധിയുടെയെല്ലാം കാതൽ പൂജാർഹൗ. അതിനർത്ഥം ആരാധനയ്ക്ക് യോഗ്യരായവർ എന്നാണ്. ഭീഷ്മരും ദ്രോണരും വെറും എതിരാളികളല്ല, അവർ ഗുരുക്കന്മാരാണ്, പിതാമഹനാണ്. പൂക്കൾ കൊടുത്ത് ആരാധിക്കേണ്ടവരുടെ നെഞ്ചിലേക്ക് എങ്ങനെയാണ് അമ്പെയ്യുക? കണ്ടില്ലേ? കർത്തവ്യവും ആദരവും തമ്മിലുള്ള ഈ ഒരു വലിയ സംഘർഷം, അതാണ് അവനെ തളർത്തിക്കളയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷെ ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. അർജുനൻ കൃഷ്ണനെ വിളിക്കാൻ 2 പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വെറുതെ ഒരു സംബോധനയല്ല, അതിലൊരു തന്ത്രപരമായ അഭ്യർത്ഥന ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മധുസൂദന, അതായത് മധു എന്ന ഭീകരനായ അസുരനെ കൊന്നവൻ. അതിലൂടെ അർജുനൻ പറയുകയാണ്, അങ്ങ് എത്ര വലിയ ശക്തരെയും വധിക്കാൻ കഴിവുള്ളവനാണ്. എന്നാൽ രണ്ടാമത്തെ പേര് നോക്കൂ, അരിസൂദന, ശത്രുക്കളെ കൊല്ലുന്നവൻ. അവിടെയാണ് അവന്റെ സൂചന, അങ്ങ് ശത്രുക്കളെയാണ് വധിക്കുന്നത്, പക്ഷെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇവർ എൻ്റെ ശത്രുക്കളല്ലല്ലോ, എൻ്റെ ഗുരുക്കന്മാരല്ലേ എന്ന്. അപ്പോൾ ഒരേ സമയം കൃഷ്ണന്റെ ശക്തിയെ അംഗീകരിക്കുകയും എന്നാൽ തന്റെ സാഹചര്യം എത്ര വ്യത്യസ്തമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് അർജുനൻ. അതായത് കൃഷ്ണന്റെ റോൾ എന്ന് പറയുന്നത് തിന്മയെ ഇല്ലാതാക്കുന്നവൻ്റേതാണ്. പക്ഷേ അർജുനന്റെ പ്രശ്നം അതല്ലല്ലോ. താൻ ആരാധിക്കുന്ന, തന്നെ വളർത്തിയവരെ എങ്ങനെ കൊല്ലുമെന്നതാണ് അവന്റെ ചോദ്യം. കൃഷ്ണന്റെ കർത്തവ്യവും തന്റെ മുന്നിലുള്ള കർത്തവ്യവും തമ്മിലുള്ള ഈ ഒരു വൈരുദ്ധ്യത്തിലാണ് അവൻ ശരിക്കും കുടുങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യം ഒരു പുരോഗതിയല്ല. ഇത് ശരിക്കും 1-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞ അതേ കാര്യങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. അതായത് അർജുനൻ ഒരേ ചിന്താകളുടെ ഒരു വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അർജുനൻ അനങ്ങിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്തുകൊണ്ടെന്നാൽ 1, ഒരു കൽപ്പനയ്ക്ക് മറുപടിയായി അവൻ ചോദ്യം ചോദിക്കുന്നു. 2, പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. മുന്നോട്ടൊരു വഴിയും കാണാതെ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചു നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണന്റെ വാക്കുകൾക്കൊന്നും ഇതുവരെ അവനെ ചലിപ്പിക്കാനായിട്ടില്ല. ഒറ്റ വാചകത്തിൽ നമുക്കിതിനെ ഇങ്ങനെ പറയാം, ഇതാണ് ആദരവിന്റെ ദുരന്തം. അതെ, ആരാധനയും യുദ്ധവും ഒരിക്കലും ഒരുമിച്ചു പോകില്ല. ശരി, ഇനി നമുക്ക് കുരുക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരാം. കാരണം അർജുനന്റെ ഈ ഒരു പ്രതിസന്ധി, അത് കാലവും ദേശവും കടന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനും എപ്പോഴെങ്കിലും അനുഭവിക്കുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും അർജുനന്റെ ആ ചോദ്യം നമ്മളോടും സംസാരിക്കുന്നുണ്ട്. അത് നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്, ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഭീഷ്മരും ദ്രോണരും? അതായത് നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, എന്നാൽ ചിലപ്പോൾ ചില കടുത്ത തീരുമാനങ്ങളിലൂടെ നേരിടേണ്ടി വരുന്നവർ. അപ്പോൾ ആ പഴയ ചോദ്യം ഇന്നും പുതിയ രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഒരുപാട് ആദരിക്കുന്ന, എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശക്തമായി എതിർക്കേണ്ടി വരുന്നവർ ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ എങ്ങനെ? ഒന്നാലോചിച്ച് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.